ചെറിയ മുണ്ടമാണ്. ലാ ശക്ക ഫീ, അതിൽ സംശയമില്ല, അതിൽ സംശയമില്ല. അതുകൊണ്ട് ആ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകത്തിൽ വന്ന ഒരു വാചകമാണ് ജബ്ബാർ മൗലവി എടുത്തൊരാശയമാക്കുന്നത്. അതിലും സംശയമില്ല, അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. മാത്രമല്ല, ആ വാദം യഥാർത്ഥത്തിൽ ചെറിയ മുണ്ടം തന്റെ വാദമായി അവതരിപ്പിച്ചതാണോ? മനസ്സിലാക്കണം, അല്ല. നേരെ മറിച്ച് ദുർബലമായ ഒരു ഹദീസിന്റെ മറുപടി പറഞ്ഞപ്പോൾ അതിന് നൽകിയ ഒരു വിശദീകരണം, ആ വിശദീകരണത്തെ പിന്നീട് വാദമായി അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഉണ്ടായതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ആ തെറ്റായ വാചകം അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ അബദ്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ കാരണമായ വാചകം, ആ വാചകം ചെറിയ മുണ്ടത്തെ തെര്യപ്പെടുത്തിയപ്പോ, ചെറിയ മുണ്ടത്തിന് ബോധ്യപ്പെടുത്തിയപ്പോ, ചെറിയ മുണ്ടം ചെയ്തതും എന്താണെന്നറിയോ? തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നില്ല, അബദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നില്ല. അതേ, നിങ്ങൾ പറഞ്ഞ എല്ലാ സവിശേഷതകളുമുള്ള ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, ആ ചെറിയ മുണ്ടം 2012 ആ വാദം തിരുത്തുകയാണ്. താൻ അങ്ങനെ ഒരു ആശയം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് ശബാബിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തിരുത്തിയതാണത്. ആ വാചകം അദ്ദേഹം തിരുത്തി. യുവത അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നെങ്കിലും അവർ ഉദ്ദേശിച്ച വാചകം, ഹനീഫ് കായക്കോട് സൂചിപ്പിച്ച വാചകം, അബദ്ധമായ രൂപത്തിൽ ഒരു ആശയമായി എഴുതിയ വാചകം, ആ വാചകത്തെ അദ്ദേഹം തിരുത്തിയതാണ്. ചെറിയ മുണ്ടം തന്നെ തിരുത്തിയതാണ്, മനസ്സിലാക്കണം. പക്ഷേ ചെറിയ മുണ്ടം തിരുത്തിയെങ്കിലും ജബ്ബാർ മൗലവി തിരുത്താൻ തയ്യാറായില്ല. ജബ്ബാർ മൗലവി ആ വിഷയത്തിൽ പിടിവാശി കാണിച്ചു മുന്നോട്ട് പോയി മരിക്കുന്നത് വരെ. എന്നാൽ ചെറിയ മുണ്ടം ആ അബദ്ധം തിരുത്തി. അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ചു, എഴുതി. എന്നാൽ ആ വാചകം എടുത്തുകൊണ്ട് പുതിയ ആശയമുണ്ടാക്കി ജബ്ബാർ മൗലവി തിരുത്തിയില്ല.